Hello friends, welcome to AutoCAD online training presented by BIM Labs Engineering Services Private Limited. BIM Labs is an Autodesk authorized learning partner. I am Samira Salim, Senior Technical Engineer at BIM Labs. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് AutoCAD ടെക്സ്റ്റ് ആൻഡ് ടെക്സ്റ്റ് സ്റ്റൈൽസ് ആണ്. അതായത് AutoCAD-നകത്ത് നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ടെക്സ്റ്റ് എങ്ങനെ എൻ്റർ ചെയ്യാം, നമുക്ക് അതിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ടെക്സ്റ്റ് സ്റ്റൈൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ബാക്കി ടെക്സ്റ്റിനകത്തുള്ള മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ് AutoCAD-നകത്തുള്ളത്, സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആൻഡ് മൾട്ടി ലൈൻ ടെക്സ്റ്റ്. ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഒരു ഹെഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് യൂസ് ചെയ്യുക. മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് നോട്ട്സ് പോലെയുള്ള കുറച്ചുകൂടി വലിയ ടെക്സ്റ്റ് ഒക്കെയാണ് നമ്മൾ മൾട്ടി ലൈൻ ടെക്സ്റ്റ് യൂസ് ചെയ്ത് കൊടുക്കുക. ഞാൻ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുവാണ്. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എടുത്തു. ഇവിടെ കമാൻഡ് ബോക്സിനകത്ത് പറയുന്നുണ്ട് സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ് ഓഫ് ദ ടെക്സ്റ്റ് ഓർ ജസ്റ്റിഫൈ സ്റ്റൈൽ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഞാൻ ടെക്സ്റ്റിന്റെ സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുവാണ്. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് സ്പെസിഫൈ ഹൈറ്റ് ആണ്. ഞാൻ എനിക്ക് വേണ്ട ഒരു ഹൈറ്റ് ഒരു 25 കൊടുത്തു, എൻ്റർ ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് സ്പെസിഫൈ റൊട്ടേഷൻ ആംഗിൾ ഓഫ് ദ ടെക്സ്റ്റ് ആണ്. റൊട്ടേറ്റ് ചെയ്യാത്തൊരു ടെക്സ്റ്റ് ആണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് റൊട്ടേഷൻ ആംഗിൾ 0 തന്നെ കൊടുത്തു, എൻ്റർ ചെയ്തു. നമ്മളിപ്പോൾ ഈ കൊടുത്ത സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് എനിക്കൊരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് BIM Labs Engineering Services ടെക്സ്റ്റ് ഇങ്ങനെ എൻ്റർ ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഞാൻ അടുത്തൊരു കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക, വീണ്ടും ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്യുവാണ്, ഇതിനകത്ത് ഞാനിപ്പോൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ ലൈൻസും ഓരോ സെലക്ഷൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു മൾട്ടി ലൈൻ ടെക്സ്റ്റ് എടുക്കാൻ പോവുകയാണ്. അഗെയിൻ നമ്മൾ മൾട്ടി ലൈൻ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തു. അപ്പോൾ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കില്ല, സ്പെസിഫൈ ദ കോർണർ എന്നാണ് പറയുക. ഇങ്ങനെ കോർണർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതിവിടെയും ഒരു ടെക്സ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുവാണ്. ഇങ്ങനെ എൻ്റർ കൊടുത്തു, ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു, ടൈപ്പ് ചെയ്തു. ഇങ്ങനെ എൻ്റർ കൊടുത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ വെച്ച് ക്ലോസ് ചെയ്തു. അഗെയിൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇതൊരു സിംഗിൾ സെലക്ഷൻ ആയിരിക്കും, കാരണം ഇതൊരു മൾട്ടി ടെക്സ്റ്റ് ആണ്. ഇതൊരു സിംഗിൾ ലൈൻ ടെക്സ്റ്റും രണ്ടാമത് ഞാൻ സെലക്ട് ചെയ്തൊരു മൾട്ടി ലൈൻ ടെക്സ്റ്റും ആണ്. ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം വന്നേക്കുന്നത് ഓരോ ലൈൻസും ഓരോ സെലക്ഷനും ഒരുമിച്ചാണ് ടൈപ്പ് ചെയ്തെങ്കിൽ കൂടിയും അത് ഓരോ ലൈൻസും ഓരോ സെലക്ഷനാണ്. രണ്ടാമത്തത് ഒറ്റ സെലക്ഷനുമാണ്. ഇനി നമുക്കൊരു മൾട്ടി ലൈൻ ടെക്സ്റ്റിനെ എങ്ങനെ സിംഗിൾ ലൈൻ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്കൊരു മൾട്ടി ലൈൻ ടെക്സ്റ്റിനെ സിംഗിൾ ലൈൻ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡിഫൈഡ് ടൂളിനകത്തുള്ള എക്സ്പ്ലോർഡ് ഓപ്ഷൻ യൂസ് ചെയ്യുക. എക്സ്പ്ലോർഡ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക, ഓർ അതർവൈസ് അതിന്റെ ഷോർട്ട് കീ എക്സ് എൻ്റർ, അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. എക്സ് എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇത് ഓരോ ലൈൻസും ഓരോ സെലക്ഷൻസ് ആയിരിക്കും. അതായത് ഒരു മൾട്ടി ലൈൻ ടെക്സ്റ്റിനെ സിംഗിൾ ലൈൻ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് എക്സ്പ്ലോർഡ്. നെക്സ്റ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആണ്. സിംഗിൾ ലൈൻ ടെക്സ്റ്റിനെ മൾട്ടി ലൈൻ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. കീബോർഡിനകത്ത് TXT 2MTXT എന്ന് ടൈപ്പ് ചെയ്യുക. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ടു മൾട്ടി ലൈൻ ടെക്സ്റ്റ് എന്നാണ് ഇതിന്റെ ശരിക്കുമുള്ള എലാബറേറ്റീവ് ഫോം. ഷോർട്ടായിട്ട് TXT to MTXT കൊടുക്കുക, എൻ്റർ ചെയ്യുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഒരു മൾട്ടി ലൈൻ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ആകും. ഓക്കെ, ഇതാണ് നമുക്ക് രണ്ട് ടെക്സ്റ്റ് ഓപ്ഷൻ. ഇനി ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു പുതിയ ടെക്സ്റ്റ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അനോട്ടേറ്റ് ടാബിനകത്ത് പോകാം. നമുക്കറിയാം ഒരു ഡ്രോയിങ്ങിനകത്ത് ഡ്രോയിങ്സ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അനോട്ടേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ്, ഡയമെൻഷൻസ്, ലീഡേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അനോട്ടേഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അനോട്ടേറ്റ് ടാബിനകത്താണ്. അനോട്ടേറ്റ് ടാബിനകത്തോട്ട് വരിക. ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാനലുണ്ട്, ഡയമെൻഷൻസ് എന്ന് പറഞ്ഞൊരു പാനലുണ്ട്, ലീഡേഴ്സ്, ടേബിൾസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പാനൽസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടൂൾസിനെ. ടെക്സ്റ്റൈൽസ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റ്, സിംഗിൾ ലൈൻ ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ഹോം ടാബിനകത്തും കിടപ്പുണ്ട്. ഒരു ടെക്സ്റ്റ് സ്റ്റൈലാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് സ്റ്റൈൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഏതൊരു സ്റ്റൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും മെനു ബാറിനകത്ത് ഫോർമാറ്റിനകത്തോട്ട് വന്നാൽ എല്ലാ സ്റ്റൈൽസും ഇവിടെ കിടപ്പുണ്ട്. ടെക്സ്റ്റ് സ്റ്റൈൽ, ഡയമെൻഷൻ സ്റ്റൈൽ, ടേബിൾ സ്റ്റൈൽ, മൾട്ടി ലെറ്റർ സ്റ്റൈൽ പോലെ എല്ലാ സ്റ്റൈൽസും കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താലും മതിയാകും. ഞാൻ ഈ ഒരു
ആരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ, ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. ഡിഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് 2 ടെക്സ്റ്റൈൽസ് ആണ് ഉള്ളത്, അനോട്ടേറ്റീവ് ആൻഡ് സ്റ്റാൻഡേർഡ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടേതായിട്ടുള്ള ഒരു ഡ്രോയിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ്, ഡയമെൻഷൻ സ്റ്റൈൽ പോലുള്ള കാര്യങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടേതായിട്ടുള്ള ഒരു ഫോണ്ട് സ്റ്റൈൽസും ഹൈറ്റും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വേണ്ടത്ര ടെക്സ്റ്റ് സ്റ്റൈൽസും ഡയമെൻഷൻ സ്റ്റൈൽസും എല്ലാ ഡ്രോയിങ്സിനകത്തും പ്രിപ്പയർ ചെയ്യുക. ഒരിക്കലും നമ്മൾ അതിനകത്ത് കിടക്കുന്ന സ്റ്റാൻഡേർഡോ അനോട്ടേറ്റീവോ സ്റ്റൈൽസ് തന്നെ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു പുതിയ ടെക്സ്റ്റൈൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിനൊരു നെയിം കൊടുക്കും. ഞാനിപ്പോൾ ടെക്സ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു നെയിം കൊടുത്തു. ന്യൂ ടെക്സ്റ്റൈൽ നെയിം ആണ്, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോണ്ട് ഇവിടെ ഒരുപാട് ഫോണ്ട് കിടപ്പുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് എടുക്കുക. ഇതിനോട് ഫോണ്ട് സ്റ്റൈൽ ഉണ്ട്, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക് എന്നൊക്കെ പറഞ്ഞിട്ട്. റെഗുലർ ആകുമ്പോൾ ഈ ഒരു സ്റ്റൈൽ ആയിരിക്കും. ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബോൾഡ് കൊടുത്താൽ അതൊരു ബോൾഡ് ആയിട്ട് മാറും. ബോൾഡ് ഇറ്റാലിക് ആക്കാം, ഇറ്റാലിക് ആക്കാം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെന്റ് ആണ്. ഈ ഒരു സ്റ്റൈലിന്റെ ഒരു ഹൈറ്റ് കൊടുക്കുക. ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പേപ്പർ ടെക്സ്റ്റ്, അതിന്റെ ഒരു ടെക്സ്റ്റിന്റെ ഹൈറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുക. ഒരു 25 ഒരു 30 കൊടുത്തു. അതായത് ആ ഒരു ടെക്സ്റ്റ് 30 ഹൈറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ അവിടെ വിഡ്ത്ത് ഫാക്ടർ, അതായത് ഓരോ ലെറ്ററിന്റെയും അല്ലെങ്കിൽ ഓരോ ലെറ്റേഴ്സിന്റെയും വിഡ്ത്ത് ആണ് അവിടെ ഉദ്ദേശിക്കുക. 1 നമുക്ക് കിടക്കുക, ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂവിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ ഒരു വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തതായിട്ട്. ഞാൻ 1 തന്നെ കൊടുക്കുവാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ആകുന്നുണ്ട്, ആ ഒരു സ്റ്റൈലിന്റെ ഒരു റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണ് ആ സ്റ്റൈലിലുള്ള എല്ലാ ടെക്സ്റ്റും വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റൊട്ടേഷൻ ആംഗിൾ കൊടുക്കുക. ഓക്കെ, അതർവൈസ് 0 തന്നെ കൊടുക്കുക. പിന്നെ കുറച്ച് എഫക്ട്സ് ഉണ്ട്, അപ്സൈഡ് ഡൗൺ, തിരിഞ്ഞു വരിക, ബാക്ക്വേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എഫക്ട്സ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിനെ ഏതൊരു സ്റ്റൈലിലോട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു എഫക്ട് ഇതിന് കൊടുക്കുക. അല്ലെങ്കിൽ ഫോണ്ടൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഏതൊരു രീതിക്കാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഞാൻ ഫോണ്ട് നെയിം മാറ്റുമ്പോൾ നമുക്കിവിടെ പ്രിവ്യൂവിനകത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതെങ്ങനെ ഫോണ്ട് എങ്ങനത്തെ ഫോണ്ട് ആണെന്നുള്ള കാര്യം. അതിനുശേഷം അപ്ലൈ ചെയ്യുക. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാനിനി ചെയ്യാൻ പോകുന്ന എല്ലാ ടെക്സ്റ്റും ഈ ഒരു ടെക്സ്റ്റൈലിനകത്താണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ സെറ്റ് കറണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു പുതിയ ടെക്സ്റ്റ്, ഞാനൊരു മൾട്ടി ലൈൻ ടെക്സ്റ്റ് എടുത്തു. ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് പോവുകയാണ്. ക്ലോസ് ചെയ്തു. പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് കണ്ടോ, ടെക്സ്റ്റ് 1 എന്ന് പറഞ്ഞ ടെക്സ്റ്റൈലാണ് ഇത് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക, ഇവിടുന്ന് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിന് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. എക്സ്പ്രസ് ടൂൾസിനകത്ത് വരുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പാനലുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ തന്നെ നമുക്കിവിടെ ടെക്സ്റ്റിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റിഫിക്കേഷൻ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫോണ്ട് മാറ്റി കൊടുക്കുക, ലെയർ മാറ്റി കൊടുക്കുക, അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ ആക്കി കൊടുക്കുക, ബോൾഡ് ആക്കുക, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അണ്ടർലൈൻ കൊടുത്തു, ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ബോൾഡ് ആക്കുക, സ്ട്രൈക്ക് ത്രൂ, അതായത് ലെറ്ററിന്റെ സെന്ററിൽ കൂടി ലൈൻസ് വരണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇറ്റാലിക് ആക്കാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇവിടെ സ്റ്റൈൽസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, ജസ്റ്റിഫിക്കേഷൻ മാറ്റാം. അത് നമുക്ക് ഇവിടെ മൾട്ടി ലൈൻ ടെക്സ്റ്റിനകത്ത് കോർണർ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനൊരു സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇത്രയും കോർണറിലാണ് ഞാനൊരു ടെക്സ്റ്റ് സ്പെസിഫൈ ചെയ്യുക. അതിന് നമുക്കിവിടെ ഇങ്ങനെ കുറച്ചൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഈ സമയം ഈ ഒരു കോർണറിന്റെ എവിടെ വേണം നമ്മുടെ ടെക്സ്റ്റ് വരാനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ടോപ്പ് സെന്റർ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു സെന്ററിലോട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ മാറ്റി കൊടുക്കാൻ പറ്റും. അതുപോലെ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്, നമുക്ക് കൊടുക്കാൻ പോകുന്ന ടെക്സ്റ്റിനെ നമ്പേഴ്സ് ആയിട്ടോ ബുള്ളറ്റ്സ് ആയിട്ടോ ഒക്കെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ഓഫ് ആണ് കിടക്കുക, അതുകൊണ്ടാണ് ഒന്നും വരാത്തത്. ഞാൻ നമ്പേർഡ് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ ഇവിടെ എൻ്റർ കൊടുത്ത് നെക്സ്റ്റ് ഒരു 2 എന്ന് പറഞ്ഞ നമ്പറിൽ വരും, ദെൻ 3 എന്ന് പറഞ്ഞു വരും. അതൊരു ലെറ്റേർഡ് ആയിട്ടുള്ള കാര്യമാണ്. ലോവർ കേസിലും അപ്പർ കേസിലും, സ്മോളർ ABC-ലോ അല്ലെങ്കിൽ അപ്പർ ABC-ലോ ഒക്കെയാണ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, ബുള്ളറ്റ് ആയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ സിമ്പിൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രീസിന്റെ സിമ്പിൾ ആണത്, കണ്ടോ, ഡിഗ്രീസിന്റെ സിമ്പിൾ ആഡ് ചെയ്യാം, പെർസെന്റേജ് സിമ്പിൾ, ഡയമീറ്റർ സിമ്പിൾ, അങ്ങനെ കുറെ സിമ്പിൾസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും സിമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇവിടെ ഇല്ലാത്ത സിമ്പിൾസിന് അതറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാരക്ടർ മാപ്പ് ഓൺ ആകും. നമുക്ക് വേണ്ട സിമ്പിളിനെ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെയും നമുക്ക് സിമ്പിൾസിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്ത് നമ്പേഴ്സും ബുള്ളറ്റ്സും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും.
അല്ലാതെ തന്നെ നമുക്ക് ടെക്സ്റ്റിന്റെ പാനലിനകത്ത് വന്നു കഴിഞ്ഞാൽ എക്സ്പ്രസ് ടൂൾസിനകത്തുള്ള ടെക്സ്റ്റ് പാനലിനകത്ത് വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈ ടെക്സ്റ്റിനകത്ത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി ലൈൻ ടെക്സ്റ്റിനെ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആക്കാൻ വേണ്ടി എക്സ്പ്ലോഡ് ചെയ്യുക, കേസ് ചേഞ്ച് ചെയ്യുക, അപ്പർ കേസ് ലോവർ കേസ് ആക്കാൻ വേണ്ടി കേസ് ചേഞ്ച് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ആണിത്. അതുപോലെ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് മൾട്ടി ലൈൻ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കൺവേർട്ട് എം ടെക്സ്റ്റ് ഓപ്ഷൻ എടുക്കുക, ഓട്ടോ നമ്പറിംഗ് ഓപ്ഷൻ എടുക്കുക, എൻക്ലോസ് ഇൻ ഒബ്ജക്ട്, അതായത് ഇപ്പൊ എനിക്കൊരു ടെക്സ്റ്റിന് ഒരു ഒബ്ജക്റ്റിനകത്ത് എൻക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ആർക്ക് അലൈൻഡ്, ഒരു ടെക്സ്റ്റിന് ഒരു ആർക്കായിട്ട് അലൈൻ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനൊരു ആർക്ക് ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എക്സ്പ്രസ് ടൂൾസിനകത്ത് പോയി ആർക്ക് അലൈൻഡ് ഓപ്ഷൻ എടുത്തു. സെലക്ട് ആൻ ആർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ആർക്കിനെ സെലക്ട് ചെയ്തു. പറയുന്നുണ്ട് നമുക്കൊരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ലാബ്സ് ടൈപ്പ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ ടെക്സ്റ്റിന്റെ സ്റ്റൈല്, ഫോണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ടെക്സ്റ്റിന്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ഞാനൊരു 25 കൊടുത്തു. വിത്ത് ഫാക്ടർ കൊടുക്കാം. ഓഫ്സെറ്റ് ഫ്രം ആർക്ക്, ആർക്കിന് എത്ര മാറിയാണ് നമുക്ക് ടെക്സ്റ്റ് വേണ്ടെന്നുള്ള ഡിസ്റ്റൻസ് കൊടുക്കാം. ഓഫ്സെറ്റ് ഫ്രം ലെഫ്റ്റിന് എത്ര മാറി വേണം, റൈറ്റിന് എത്ര മാറി വേണം എന്നുള്ള ഡിസ്റ്റൻസ് ഒക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അതുകൊണ്ട് ആർക്കിന് അലൈനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് വന്നിട്ടുള്ള രീതിയാണിത്. പിന്നെ ഇവിടെ എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്കൊരു ഒബ്ജക്റ്റിനകത്ത് എൻക്ലോസ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണിത്. എൻക്ലോസ് ഇൻ ഒബ്ജക്ട്സ്. എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എടുക്കുക. സെലക്ട് ഒബ്ജക്ട്, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ടെക്സ്റ്റ് ഒന്നും ഫൗണ്ട് ചെയ്യുന്നില്ല. ആദ്യം ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് വേണം ഒബ്ജക്റ്റിനകത്ത് എൻക്ലോസ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം എൻക്ലോസ് ഇൻ ഒബ്ജക്റ്റ് എടുക്കുക. അപ്പോൾ ആ ടെക്സ്റ്റ് ആ ഒബ്ജക്റ്റിനകത്ത് എൻക്ലോസ് ആവുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ ടെക്സ്റ്റിന് ഒരുപാട് മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റിന്റെ ടൂളിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, മൾട്ടി ലൈൻ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ കുറെ മോഡിഫിക്കേഷൻസ്, നമ്പേഴ്സ് ആഡ് ചെയ്യുക, ബുള്ളറ്റ്സ് ആഡ് ചെയ്യുക, അതിനെ ആർക്കുമായിട്ട് അലൈൻ ചെയ്യുക, ഒബ്ജക്റ്റിനകത്ത് എൻക്ലോസ് ചെയ്യുക, അപ്പർ കേസ് ലോവർ കേസ് ഒക്കെ മാറ്റുക, ജസ്റ്റിഫിക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, പുതിയ ടെക്സ്റ്റൈൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.